ഹായ് സുഹൃത്തുക്കളെ, ഇന്നൊരു വൺ ഡേ ട്രിപ്പാണ് കേട്ടോ. കൊച്ചിയിലേട്ടാണ് യാത്ര. ഞാനും എൻ്റെ കുടുംബം എല്ലാവരും ഉണ്ട്. അനിയനാണ് വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ ചെറിയൊരു മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് ഇത് കൊല്ലം ആലപ്പുഴ ദേശീയപാതയാണ്. എറണാകുളത്തേക്ക് പോവുകയാണ്. നേരെ ആലപ്പുഴയിലേക്ക് പോയിട്ട് ഫുഡ് കഴിക്കാനായിട്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഞങ്ങൾ ആര്യാസ് ഹോട്ടലിലാണ് കയറിയത്. മിക്കപ്പോഴും ഞങ്ങളിവിടെ കയറാറുണ്ട്. അത്യാവശ്യം നല്ലൊരു ഹോട്ടൽ തന്നെയാണ്. അത്യാവശ്യം നല്ല നീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് മസാല ദോശയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറിയതാണ് അവിടെ. എൻ്റെ ഉമ്മായിക്ക് ഈ ഹോട്ടലിൽ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ അതുകൊണ്ടാണ് അവിടെ കയറിയത്. പിന്നെ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നേരെ കൊച്ചിക്ക് വിട്ടു. ഒരു 1-2 മണിക്കൂർ കൊണ്ട് കൊച്ചിയിലെത്തി. അങ്ങനെ നമ്മൾ കൊച്ചി ആദ്യം നേരെ പോയത് മറൈൻ ഡ്രൈവിലോട്ടാണ്. വാട്ടർ മെട്രോ കയറാം എന്നുള്ളൊരു പദ്ധതിയിലാണ് ഞങ്ങളവിടെ പോയത്. പക്ഷേ ഞങ്ങൾ വാട്ടർ മെട്രോയിൽ കയറിയില്ല. അതിന് വരെ ഞങ്ങളവിടെ അടുത്തുള്ളൊരു പ്രൈവറ്റ് ബോട്ട് സർവീസ് ഞങ്ങളെടുത്തു. അത് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലായിരുന്നു. നമ്മളെ എല്ലാ സ്ഥലവും കൊണ്ടുവന്ന് ചുറ്റി കാണിച്ചു. ആദ്യമായിട്ടാണ് ഞാൻ ഈ മറൈൻ ഡ്രൈവിലൊരു ബോട്ട് യാത്ര നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആകാംക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയും ഒക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് സ്ഥലങ്ങളൊക്കെ അവർ കൊണ്ടുവന്ന് കാണിച്ചു. ഇത് ഒരു ബോട്ടിൽ കുറേ ആൾക്കാരുണ്ട്, 10-40 പേരുണ്ടായിരുന്നു. ആ ബോട്ട് എടുക്കുന്നതിൻ്റെ അവസാന നിമിഷമാണ് ഞങ്ങൾ കയറി ചെന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ചെറിയൊരു റിഡക്ഷനും കിട്ടിയായിരുന്നു. ഇത് നമ്മുടെ കൊച്ചി വാട്ടർ മെട്രോ ആണ്. ഇതിനകത്ത് കയറാനാണ് സത്യം പറഞ്ഞാൽ പോയത്. ഇത് നമ്മുടെ ജങ്കാർ. ഇപ്പോൾ പാലങ്ങളൊക്കെ വന്നതുകൊണ്ട് ഇതിൻ്റെ സർവീസ് വളരെ കുറഞ്ഞു എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ ബോൾഗാട്ടി പാലസ്. നമ്മുടെ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, മൈ ബോസ്, അതിനകത്തൊക്കെയുള്ള ബോൾഗാട്ടി പാലസാണ്. അങ്ങനെ കുറേ നേരം നമ്മൾ ആ മറൈൻ ഡ്രൈവിൽ ആ കടലിലൂടെ, കായലിലൂടെ കുറേ നേരം ഇങ്ങനെ ചുറ്റിക്കണ്ടു. പിന്നെ ഈ ഷിപ്പുകളും ഒക്കെ, ഇതൊക്കെ അടുത്ത് എൻ്റെ ഉമ്മയും എൻ്റെ കുട്ടികളൊക്കെ അടുത്ത് കാണുന്നത് ആദ്യമായിട്ടാണ് ഈ ഷിപ്പിനെയൊക്കെ ഇത്രയും. അപ്പോൾ അതിൻ്റെയൊക്കെ സന്തോഷമൊക്കെ അവരുടെ മുഖത്തുണ്ടായിരുന്നു. ഇത് ജങ്കാറാണ് നമ്മൾ നേരത്തെ കാണിച്ചത്. ഇത് ചീനവല, പണ്ട് മീൻ പിടിക്കുന്ന അതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നത്. നല്ലൊരു യാത്ര തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ബോട്ടിൽ പിന്നെ ഒരു DJ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ അനിയൻ്റെ എൻ്റെ മോനാണ് ഈ കിടന്ന് കളിക്കുന്നതൊക്കെ. കുറേ നേരം അതിൻ്റെ പരിപാടിയൊക്കെ ആയിട്ടിരുന്നു. പിന്നെ ഏകദേശം ഒരു 1-1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ബോട്ട് സർവീസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നേരെ പിന്നെ ലുലു ഹൈപ്പർ മാർക്കറ്റിലോട്ട് വിട്ടു. അവിടെ ചെന്ന് ഫുഡ് കഴിക്കണം. ഉച്ചയായിരുന്നു. ഞങ്ങൾ പിന്നെ ലുലുവിൽ നിന്ന് തന്നെ ഫുഡ് മേടിച്ചിട്ട് മേളത്തെ ഫുഡ് കോർട്ടിലേക്ക് പോയി. ഫുഡ് കോർട്ടിലാണ് ഇരുന്ന് ഫുഡ് കഴിച്ചത്. താഴെ ലുലുവിൽ നിന്ന് മേടിച്ചിട്ട് ഫുഡ് കോർട്ടിൽ പോയിരുന്നിട്ട് അവിടെ ഇരുന്ന് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികൾക്ക് അവിടെ റൈഡിനകത്തൊക്കെ കയറണമെന്നൊക്കെ പറഞ്ഞ് ബഹളം വെപ്പായിരുന്നു. അത് കാരണം പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ പിന്നെ അവരെയും കൊണ്ട് ഞങ്ങൾ റൈഡിനൊക്കെ കയറാനായിട്ട് പോയി. അങ്ങനെ അവരാണ് കാണുന്നത്. ഉമ്മമാർ 2 മക്കളും എല്ലാവരും കയറിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു സാധനത്തിൽ കയറി. ഇതിനകത്ത് ഇച്ചിരി നേരം എൻ്റെ കിളി അങ്ങ് പാറിയായിരുന്നു അതിനകത്ത് കയറിയിരുന്നപ്പം. പിന്നെ കുറേ നേരമൊക്കെ അവിടെ ഓരോരോ റൈഡിനകത്തൊക്കെ ഞങ്ങളിങ്ങനെ കയറി ആ പരിപാടിയെല്ലാം ആസ്വദിച്ച് യാത്ര തിരിച്ചു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.